കേരളത്തിൽ മാത്രമേ അപ്പം ചൊവ്വാദോഷമുള്ളൂ? അല്ല, കേരളത്തിന് പുറമേയും ചൊവ്വാദോഷമുണ്ട്. കേരളത്തിനകത്ത് ചൊവ്വാദോഷത്തിൻ്റെ നോക്കുന്ന തീവ്രത കൂടുതലാണ്. അതായത് മിക്ക ജാതകങ്ങളും ചേരില്ല, അല്ലേ? ഒരു ചൊവ്വാദോഷമുള്ള ഒരാൾ വരികയാണെങ്കിൽ ആ ജാതകം ഓക്കെ ആണെങ്കിൽ ഇവർക്ക് ഭാഗ്യമെന്ന് പറയും. ഇരുന്ന് കണക്ക് കൂട്ടി എഴുതിയാണ്. അത് ആദ്യം തുടങ്ങുന്ന കണക്കിൻ്റെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവസാനം വരെ അത് ബാധിക്കും. ഈ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വന്നാൽ കംപ്ലീറ്റ് കാൽക്കുലേഷനും പോയി. ദശാഭുക്തിയിൽ മാറ്റം വരും, എല്ലാം മാറും, ഈ യോഗങ്ങൾ വരെ മാറും. ഒരുപാട് പേരുടെ ജാതകങ്ങൾ തെറ്റുണ്ട്. കേരളത്തിനകത്ത് ഒരുപാട് പേരുടെ ജാതകങ്ങൾ തെറ്റുണ്ട്. അത് ജ്യോതിഷന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഈ ജ്യോതിഷം ഇപ്പം പല രീതിയിലുള്ള വകഭേദം വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പം വിദേശ ജ്യോതിഷം അല്ലെങ്കിൽ ഇന്ത്യൻ ജ്യോതിഷം അല്ലെങ്കിൽ ഭാരതീയ ജ്യോതിഷം, ഇത് തമ്മിലൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് നമുക്ക് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ളത്? ഏത് ജ്യോതിഷമാണ്? രാഹുലേ, നല്ല ക്വസ്റ്റ്യനാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഒരു ഭയഭക്തിയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ ജ്യോതിഷത്തെക്കുറിച്ച് ആലോചിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് വിദേശ ജ്യോതിഷത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നുള്ളത്. ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ നമ്മൾ ഭാരതത്തിൽ ജനിച്ചതെന്ന് പറയുന്നത് മഹാഭാഗ്യങ്ങളിലൊന്നാണ്. കാരണം നമ്മുടെ സംസ്കാരം ഭാരതീയ ജ്യോതിഷം, അതായത് വേദിക് ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള സംഭവമാണ്. എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത്? വ്യത്യസ്തം എന്ന് പറയുന്നത് ഭാരതീയ ജ്യോതിഷത്തിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ജ്യോതിഷപ്രകാരം കൂട്ടുന്ന കണക്കുകൾ, അതായത് ഫ്രാഗൻ അയനാംശം, അയനാംശം എന്നാണ് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സയന ആൻഡ് നിരയന എന്ന് പറയും. സയന ആൻഡ് നിരയന എന്ന് പറയും. അതാണ് അയനാംശം എന്ന് പറയുന്നത്. ഈ അയനാംശയാണ് എൻ്റെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും നോക്കുന്നത്. ഈ കാൽക്കുലേഷൻസിൻ്റെ ബേസിലാണ് ആ പറയുന്ന ജാതകം. ഒരു ജാതകം നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അയനാംശയുടെ ബേസിലായിരിക്കണം. അപ്പോൾ ദുബായ് ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ, മലയാളിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരള സ്റ്റൈൽ ജാതകം അല്ലെങ്കിൽ കേരള രീതിയിലുള്ള ഹൊറോസ്കോപ്പ് ആയിരിക്കും അവർ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ജാതകത്തിൻ്റെ ചാർട്ട് ചതുരമായിരിക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ എൻ്റെ ഒരു ത്രികോണം പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ചാർട്ട്സിൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അതിനോടൊപ്പം അത് പുറമേ കാണുന്നതാണ്. പുറമേ കാണാത്ത പാർട്ടാണ് ഈ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദുബായി ജനിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അയനാംശം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. അതിനെ ഫ്രാഗൻ അയനാംശം എന്ന് പറയും. ഫ്രാഗൻ അയനാംശം കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ജ്യോതിഷന്മാർക്ക് ആ ഫ്രാഗൻ അയനാംശം വെച്ചിട്ട് ജാതകം ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇന്നെല്ലാം സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അതെ. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് 100% ജെന്യൂനായിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അല്ല, ഇത് തരുന്ന കണക്കുകൾ അത് ഏത് വിധത്തിലാണ്? ഇന്ത്യൻ ജ്യോതിഷമാണോ അതോ വിദേശ ജ്യോതിഷം? അതായത് നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് വരാം, എന്നിട്ട് ഇതിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രാഗൻ അയനാംശ എന്ന് പറയുന്നത് ഒരു അയനാംശയാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ അയനാംശമുണ്ട്. രാമൻ, ലഹരി, ചിത്രപക്ഷി, ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അയനാംശമുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യക്കകത്ത് ഉപയോഗിക്കുന്നത് ചിത്രപക്ഷി എന്ന് പറയുന്ന ഒരു അയനാംശമാണ്. അതിൻ്റെ കാൽക്കുലേഷൻസ് ഭയങ്കര ആക്യുറസി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന പ്രഡിക്ഷൻ പാർട്ട് ഒരു ജ്യോതിഷനെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ജ്യോതിഷനാണല്ലോ ഈ പ്രഡിക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജ്യോതിഷൻ പ്രഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാൽക്കുലേഷൻ വച്ച് എടുത്ത പ്രഡിക്ഷനാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് രാശി, നവാംശം, പിന്നെ ഷോഡശവർഗ്ഗങ്ങൾ, അഷ്ടകവർഗ്ഗ, ഇതിനകത്തൊക്കെ ഒരുപാട് കണക്കുകൂട്ടലുണ്ട്. ഓരോ ഡിഗ്രിയും അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ജ്യോതിഷന് ആവശ്യമായിട്ടുള്ള ടൂളുകളാണ്. കേരളത്തിലെ ജ്യോതിഷന്മാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് എല്ലാ ജ്യോതിഷന്മാരും അല്ല, അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്, അല്ലാതെ ഇത് പഠിച്ച് കൃത്യമായിട്ടുള്ള അറിവുകളൊന്നും അല്ലല്ലോ പറയുന്നത്. അതായത് ഈ ഒരു ജ്യോതിഷൻ്റെ ഒരു കഴിവാണ്. ചില ജ്യോതിഷന്മാർ എന്താ പറയുക, അവർക്ക് ജ്യോതിഷത്തിനേക്കാളും അപ്പുറം ജ്യോതിഷം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ഉപാസനയുണ്ടാവും, ഇവർക്കൊരു ഡിവൈൻ പവറോട് കണക്റ്റഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വരുന്ന സമയത്ത് തന്നെ നിമിത്ത ശാസ്ത്രത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ജ്യോതിഷന്മാർക്ക് ഇൻഡ്യൂഷൻസ് കിട്ടും. അപ്പോൾ ഒരുപാട് ഉപാസനയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് പല ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ മുൻപ് വീട്ടിലൊക്കെ ഈ കളിയടിച്ചൊക്കെ സംസാരിക്കും. പലരും പറയും പല്ല് ചിലയ്ക്കുന്നു, സത്യമാണ്. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണെങ്കിലും ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് നിമിത്ത ശാസ്ത്രം എടുക്കുമ്പോൾ
ഒരു പൂച്ചയുടെ സൗണ്ട്, പ്രകൃതിയിൽ നിന്ന് വരുന്ന പല സൗണ്ട് ഇവർ ഒബ്സർവ് ചെയ്യും. അതിന് പുറമെ ഈ പല്ലിയുടെ സൗണ്ട്, ഇതെല്ലാം നിമിത്തശാസ്ത്രത്തിൽ വരുന്നതാണ്. ഇതൊരു പോർഷൻസ്. അതിന് പുറമെയാണ് ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ജനിച്ച ഡേറ്റ്, ജനിച്ച സമയം, ജനിച്ച സ്ഥലം, ഇത് മൂന്നും എടുത്തിട്ട് ഇവർ മാനുവലി ജാതകം ഉണ്ടാക്കണം. ജാതകം ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു ജാതകം ഉണ്ടാക്കാൻ രാഹുൽ അസ്യൂം ചെയ്ത് നോക്കി എത്ര സമയം എടുക്കും എന്നുള്ളത്? മിനിമം 3 മുതൽ 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ ഒരു ജാതകം പ്രിപ്പയർ ചെയ്യാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാനും പറ്റില്ല. ഇരുന്ന് കണക്ക് കൂട്ടി എഴുതിയാണ്. അത് ആദ്യം തുടങ്ങുന്ന കണക്കിൻ്റെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവസാനം വരെ അത് ബാധിക്കും. അതായത് ഈ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വന്നാൽ കംപ്ലീറ്റ് കാൽക്കുലേഷനും പോയി. ദശാഭുക്തിയിൽ മാറ്റം വരും, എല്ലാം മാറും, ഈ യോഗങ്ങൾ വരെ മാറും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ജ്യോതിഷന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സപ്പോർട്ടീവാണ് നല്ല സോഫ്റ്റ്വെയർസ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ പറയുന്ന ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാൽക്കുലേഷൻസ് കിട്ടും. കാൽക്കുലേഷൻസ് മതി നല്ലൊരു ജ്യോതിഷന്. പക്ഷെ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ജാതകം എടുക്കുന്നത് കല്യാണ സമയത്താണ്. അതെ, ജാതക പൊരുത്തം ശരിയാകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജാതകം എടുക്കുന്നത്. പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ ജാതകങ്ങൾ എടുക്കുമ്പോൾ പല ജ്യോതിഷന്മാരും കൊടുക്കുന്നത് പല രീതിയിലുള്ള കണക്കുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഡ്യൂഷൻസും ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ നമ്മളൊരു 10 ജ്യോതിഷന്മാരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 7 പേരുടെ കണക്കുകൂട്ടലുകൾ വളരെ കറക്റ്റായിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഈ 7 പേരും ഒന്നുകിൽ നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഭയങ്കര എന്താ പറയുക, നമ്മൾ ഹൈ ആയിരിക്കും. ഹൈ എന്ന് പറഞ്ഞ് ഈ ഹൈ ലോ എന്നുള്ളതല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര പേരുടെ ജാതകം എഴുതും? അദ്ദേഹത്തിന് ജാതകം എഴുതൽ മാത്രമേ ഉള്ളൂ ജോലി? അല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്, വരുന്നവരെ കൺസൾട്ട് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകണം. അപ്പോൾ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് തെറ്റ് വരാം. അറിയാതെ വരുന്ന തെറ്റുകൾ അറിഞ്ഞുകൊണ്ടൊരാളുടെ തലവര മാറ്റുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയും കല്യാണങ്ങൾ മുടങ്ങാറുണ്ട്. കല്യാണങ്ങൾ മുടങ്ങാറുണ്ടെന്നുള്ളതല്ല, ഒരുപാട് പേരുടെ ജാതകങ്ങൾ തെറ്റുണ്ട്. കേരളത്തിനകത്ത് ഒരുപാട് പേരുടെ ജാതകങ്ങൾ തെറ്റുണ്ട്. അത് ജ്യോതിഷന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ ബിസിയാകുന്ന സമയങ്ങളിൽ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മാനുവലി എഴുതുന്ന സമയങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വരാം. പക്ഷേ ഈ ജാതകമായിട്ട് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ കല്യാണമായി, മോളുടെ കല്യാണമായി എന്ന് പറഞ്ഞ് വരുമ്പോൾ നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ ഈ ജാതകം കാണുമ്പോൾ അറിയാൻ പറ്റും ഈ പറയുന്ന കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഈ ജാതകമായിട്ടും ഇപ്പോഴത്തെ അവരുടെ പോക്കുമായിട്ടും ഏതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവരവിടെ എന്ത് ചെയ്യും? അടുത്ത ടൂളുണ്ട്, എന്താണ്? പ്രശ്നശാസ്ത്രം. പ്രശ്നം വയ്ക്കും. പ്രശ്നം വച്ചതിന് ശേഷം പറയും, നല്ല ജ്യോതിഷനാണെങ്കിൽ പറയും ഈ ജാതകം കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ അമ്മയും അച്ഛനും എന്ത് ചെയ്യും? ആർഗ്യൂ ചെയ്യും. അല്ലല്ലല്ല, ഞാൻ വളരെ പ്രസിദ്ധനായ ആ ജ്യോതിഷൻ്റെ അടുത്ത് എഴുതിയതാണ്. ആ ജ്യോതിഷൻ പ്രസിദ്ധനാണ്, നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ട്, കാരണം മാനുവലി എഴുതുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർ ആർക്കും ഒരു തെറ്റും പറ്റാറില്ല, നല്ല സോഫ്റ്റ്വെയർ ആണെങ്കിൽ. കാൽക്കുലേഷൻസ് ഭദ്രമാണ്. ഒരു ദിവസം n നമ്പർ ഓഫ് ഹോറോസ്കോപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വച്ചിട്ട് അവരുടെ സമയം നോക്കി പ്രൊഡിക്റ്റ് ചെയ്യാം. ജാതക വിശകലനം ചെയ്യുന്നതും ചില ജ്യോതിഷന്മാർ 2 ദിവസം 3 ദിവസം എടുക്കും. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടായിരിക്കും ചെയ്യുക. പക്ഷേ എന്താണെങ്കിലും ബേസിക്കലി ഈ മാരേജ് ആണ് നോക്കാനെന്നുണ്ടെങ്കിൽ എന്താ ബേസിക്കലി മാരേജ് നോക്കുന്നത്? പൊരുത്തം ഉണ്ടോ ഇല്ലയോ? അല്ല, എത്ര പൊരുത്തം നോക്കും? കേരളത്തിനകത്ത് നോക്കുന്നത് എത്ര പൊരുത്തമുണ്ട്? 12 എത്ര പൊരുത്തം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ കേരളം വിട്ടാലോ? കേരളത്തിൽ റിജക്റ്റ് ചെയ്യുന്നത് കേരളം വിട്ടാൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കേരളത്തിനകത്ത് രാശി പൊരുത്തം, രാശ്യാതിഥി പൊരുത്തം, മഹേന്ദ്ര പൊരുത്തം, യോനി പൊരുത്തം, ഗണപ്പൊരുത്തം, ഇങ്ങനെ ഒരുപാട് പൊരുത്തങ്ങൾ നോക്കും. കേരളത്തിന് പുറമെ ഈ രജുദോഷം, അത് ചൊവ്വാദോഷം, അതൊന്നും കൺസിഡർ ചെയ്യുന്നേയില്ല. കേരളത്തിന് പുറമെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഭീകരതയില്ല. കേരളത്തിൽ മാത്രമേ അപ്പം ചൊവ്വാദോഷമുള്ളൂ? അല്ല, കേരളത്തിന് പുറമേയും ചൊവ്വാദോഷമുണ്ട്. കേരളത്തിനകത്ത് ചൊവ്വാദോഷത്തിൻ്റെ നോക്കുന്ന തീവ്രത കൂടുതലാണ്. അതായത് മിക്ക ജാതകങ്ങളും ചേരില്ല, അല്ലേ? ഒരു ചൊവ്വാദോഷമുള്ള ഒരാൾ വരികയാണെങ്കിൽ ആ ജാതകം ഓക്കെ ആണെങ്കിൽ ഇവർക്ക് ഭാഗ്യമെന്ന് പറയും. പക്ഷേ ഈ വിദേശ ജാതകമുണ്ടല്ലോ, അതിൽ ചൊവ്വാദോഷം ബാധകമാണ്. വിദേശ ജാതകത്തിനകത്ത് കാൽക്കുലേഷൻസ് വളരെ കുറവാണ് രാഹുലെ. അപ്പോൾ അതിനകത്ത് അവർ മെയിൻലി അതാണ് നമ്മുടെ വേദിക് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. വേദിക് ജ്യോതിഷത്തിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ രാഹുൽ വന്നു, നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ രാഹുലിൻ്റെ ജാതകത്തിൻ്റെ രാശിക്കുണ്ടലി, അത് രാശി എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ കാണുന്ന രാശി ചാട്ടല്ലേ, കാശാലാന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഈ രാശി ചാർട്ട് മാത്രം വച്ചിട്ടായിരിക്കും പറയുന്നത്.
ചിലവർ രാശി നവാംശം കൊടുക്കും. തൊട്ടടുത്ത് വേറൊരു ചാർട്ട് കൂടെയുണ്ട്, അതാണ് നവാംശം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറയാം, നമ്മുടെ പാരൻസിൻ്റെ കേസ് നോക്കാം, നമുക്ക് വേറെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ചിലവരാണെങ്കിൽ ഇതൊന്നുമല്ല, അവർ എന്താ പറയുക, അഷ്ടവർഗങ്ങളിലേക്ക് പോകും, ബാക്കിയുള്ള ചാർട്ട്സിലേക്ക് പോകും, അതായത് ഷഡ്ബലങ്ങളിലേക്ക് പോകും. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര വലുതാണ്. പക്ഷേ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് വേദിക് ജ്യോതിഷത്തിനല്ല പ്രസക്തി. പക്ഷേ അവർക്കെല്ലാവർക്കും വേദിക് ജ്യോതിഷത്തിനെ ഫോളോ ചെയ്യുന്നവരാണ്. വേദിക് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വെസ്റ്റേൺ അസ്ട്രോളജി എന്ന് പറയുന്നത് സോ ഈസി, പ്രഡിക്ഷൻ പാർട്ട് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടൂളാണ് വെസ്റ്റേൺ അസ്ട്രോളജി. കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സിമ്പിളാണ്. ഈ പഠിക്കുന്ന ആൾക്കാർ, നമ്മൾ നോർമലി പഠിക്കുന്ന സമയത്ത് നമ്മളെന്താ പറയുന്നത്, മാത്തമെറ്റിക്സ് ഭയങ്കര പാടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഫലങ്ങളും ബാക്കിയുള്ള സംഭവം കണക്കൂട്ടലങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ സാധാരണ രീതിയിൽ ജനിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കോമൺ പ്രഡിക്ഷൻസ്, അതിന് പുറമേ വരുന്ന നക്ഷത്ര പ്രഡിക്ഷൻ. ഒരാളുടെ നക്ഷത്രം ഫോർ എക്സാമ്പിൾ രേവതിയാണെന്ന് വെച്ചോളൂ, രേവതി നക്ഷത്രം ഇതാണ് ക്യാരക്ടർ എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആണ് അല്ലേ. പക്ഷേ അയാളുടെ പേഴ്സണൽ ജാതകം എടുത്ത് നോക്കുമ്പോൾ അയാളുടെ ദശ കിടക്കുന്നത് ഫോർ എക്സാമ്പിൾ ശനി ദശയാണെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഒന്നും അവിടെ ബാധകമാണോ? അല്ല, മാറി മറിയും. അത് കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട്, വീണ്ടും പേടിപ്പിക്കുന്ന കുറേ വരുന്നുണ്ട്. ട്രാൻസിറ്റ് ഫോർകാസ്റ്റ്, അതായത് സൂര്യഗോചാരം, ശനി ഗോചാരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗോചാരങ്ങളുടെ ഫലവും വരുമ്പോഴും ടോട്ടലി മാറും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ കിട്ടണമെങ്കിൽ നല്ലൊരു ദൈവജ്ഞൻ, നല്ലൊരു ജ്യോതിഷൻ വിചാരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനു പുറമെ വേദിക് ജ്യോതിഷം വിശ്വസിക്കുന്ന ഒരാൾ വെസ്റ്റേൺ ജ്യോതിഷത്തിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അത് ഭയങ്കര ഒരു വേദിക് ജ്യോതിഷം ഇറ്റ്സ് ലൈക്ക് ആൻ ഓഷ്യൻ. നമുക്കൊരിക്കലും ജ്യോതിഷന്മാർക്ക് എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാലും തീരാത്തൊരു ശാസ്ത്രമാണ്. അപ്പോൾ നമ്മൾ വേദിക് ജ്യോതിഷന്മാരെ ഒരിക്കലും തള്ളി പറയാൻ ഒരിക്കലുമില്ല. 100% അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ ജ്യോതിഷന്മാർ കമേഴ്ഷ്യലൈസ്ഡ് ആണ്, അവരുടെ ജീവിതമാർഗം അതാണ്. പക്ഷേ ആരും രാഹുൽ അതിനകത്ത് ബേസിക്കലി 2 ഫിലോസഫിയാണ്. ഒന്നെന്ന് പറയുന്നത് ഹോപ്പ് ജനറേഷൻ, രണ്ടെന്ന് പറയുന്നത് ഫിയർ ഫാക്ടേഴ്സ്. ഇപ്പോൾ രാഹുൽ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ജ്യോതിഷൻ പേടിപ്പെടുത്തുകയാണെങ്കിൽ രാഹുലിൻ്റെ കോൺഫിഡൻസ് പോയി. അതെ, രാഹുലിന് അടുത്ത് വാട്ട് നെക്സ്റ്റ് ആലോചിക്കും, ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ആരെ കാണുക. അതോടുകൂടി രാഹുൽ വേറെ ലെവലിലേക്ക് പോകും. ഇദ്ദേഹം പറയുന്നത് മാത്രം കേൾക്കും, കുറേ പേയ്മെൻറ്റ് ഇയാൾക്ക് കൊടുക്കും. രാഹുലിന് ചിലപ്പോൾ ഒന്നും ലൈഫിൽ നേടാൻ കഴിയില്ല, ഫെഡപ്പ് ആവും. ലാസ്റ്റ് രാഹുൽ ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നൊരു സിനാരിയോയിലേക്ക് വരും. പക്ഷേ ഈ ഫിയർ ഫാക്ടേഴ്സിന് പകരം ഹോപ്പ് ജനറേഷനാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുലിന് പ്രതീക്ഷകൾ തരും. മോനെ ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, ശനിദശയല്ലേ, പേടിക്കണ്ട. ഈസി ആയിട്ടുള്ള റെമഡി കൊടുത്തുകൊണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ജ്യോതിഷന് അറിയാം, പക്ഷേ ജ്യോതിഷന് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ട് മാക്സിമം കോൺഫിഡൻസ് തരികയും പ്രശ്നങ്ങളെ രാഹുൽ പോലും അറിയാതെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് തരാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ജ്യോതിഷന്മാരടുത്താണ് പോവുകയാണെങ്കിൽ വേദിക് ജ്യോതിഷം നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കും.